നമ്മൾ ഡിഗ്രി ലെവലായിക്കോട്ടെ അഥവാ +2 10th ലെവലായിക്കോട്ടെ, ഏത് ലെവൽ എക്സാം എഴുതുന്നവരായാലും സിലബസ് എടുത്ത് നോക്കിയിട്ട്, അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എല്ലാത്തിലും പഠിക്കാനുണ്ട്. നമ്മളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ എവിടെ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ സോഴ്സ് കിട്ടാമോ അതെല്ലാം ചേർത്ത് പഠിക്കണം. നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ചെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ പോലും നമ്മൾ എക്സാം എഴുതി നോക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസും നമുക്ക് അറിഞ്ഞുകൂടാതെ വരും. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റാങ്ക് ഫയൽ നോക്കി പഠിക്കും. അതുപോലെ ആദ്യം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരുടെ പുസ്തകത്തിൽ SCERTയിൽ പുതിയതും പഴയതുമായിട്ടുള്ള പുസ്തകത്തിൽ പോർച്ചുഗീസുകാരെ പറ്റി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കും. എന്നിട്ട് NCERTയുടെ വീഡിയോസ് സെർച്ച് ചെയ്തിട്ട്, എനിക്കല്ലാതെ നോട്ട്സ് ഒന്നും കിട്ടാറില്ല. അപ്പോൾ എനിക്ക് വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടി കേട്ട് പഠിക്കുന്നതിനോടാണ് താല്പര്യം. അപ്പോൾ ഞാൻ NCERT നോട്ട്സ് അങ്ങനെ ക്ലാസ്സുകൾ കിട്ടുന്നെന്നുണ്ടെങ്കിൽ അത് പോർച്ചുഗീസുകാരുടേത് കേട്ട് പഠിക്കും. എന്നിട്ട് ഞാൻ റാങ്ക് ഫയലൂടെ വായിച്ച് നോക്കും. പിന്നെ എനിക്കിതിൻ്റെ സോഴ്സ് എവിടെ നിന്നൊക്കെ കിട്ടുന്നോ അതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഞാൻ വൊക്കാബ് സ്പീഡിയയുടെ ഇപ്പോൾ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് 1-2 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന പോർച്ചുഗീസുകാരുടെയൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് തെറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇത്രയും കാര്യമായിട്ട് പഠിച്ചിട്ട് പോലും എനിക്കത് തെറ്റി. അപ്പോൾ ആ തെറ്റിയ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതൊന്നുകൂടെ നോട്ട് ചെയ്ത് ഇതുപോലെ നോട്ട്സിലായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ചു, ഒരു പ്രാവശ്യം പഠിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ബോധ്യം വരുന്ന അപ്പോഴാണ്. പിന്നെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ട്രയാങ്കിൾ ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി റിവിഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നെ.